സർവകലാശാലകളെ കേന്ദ്ര സർക്കാരിന്റെ വരുതിയിലാക്കുകയാണ് UGC കരട് നിയമത്തിലൂടെയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. UGC കരട് ഭേദഗതി ചർച്ച ചെയ്യാൻ സംസ്ഥാനം വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം കാവ്യവൽക്കരണമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. As soon as the draft UGC regulations 2025 became public, the anti-federal and anti-democratic content which would have ruinous effects on the entire country's higher education sector was evident. In the selection process of vice chancellors, all powers are sought to be vested in the chancellor by taking away the function of constituting the search cum selection committee from the higher education departments. If the chancellor can appoint anyone from a panel, undoubtedly the appointment will be at the behest of the political powers that have appointed the governor. കേന്ദ്ര സർക്കാരിന്റെ കരട് UGC ഭേദഗതിക്കെതിരെ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച മന്ത്രിമാരുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ കൺവെൻഷനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ നീക്കത്തിനെ ബദലായി ഇത്തരത്തിലൊരു കൺവെൻഷൻ സംഘടിപ്പിച്ച സംസ്ഥാന സർക്കാരിനെ പ്രതിപക്ഷ നേതാവ് അഭിനന്ദിക്കുകയും ചെയ്തിരിക്കുന്നു. കമലേഷ് ചേരുന്നു. കമലേഷ്, മുഖ്യമന്ത്രി ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. മറ്റ് വിശേഷങ്ങൾ, പ്രതിപക്ഷ നേതാവിൻ്റെ ഇത് സംബന്ധിച്ച പ്രതികരണം. ഷമി, അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രി ഈ ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. വലിയ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രി ഇതിലൂടെ ഉയർത്തുകയും ചെയ്തു. രാജ്യത്തിന്റെ ആകെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്കായുള്ള ഒരു ചവിട്ടുപടിയായി ഈ കൺവെൻഷൻ മാറും എന്ന ഒരു പ്രത്യാശയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കരട് ഭേദഗതി വരുന്നതിലൂടെ എന്തൊക്കെ പ്രയാസങ്ങൾ സംസ്ഥാന സർക്കാരുകൾക്ക് ഉണ്ടാകും എന്നുള്ളത് വളരെ കൃത്യമായി അക്കമിട്ട് ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ VC-മാരുടെ, സർവകലാശാലകളിലെ VC-മാരുടെ നിയമനത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് യാതൊരു പങ്കുമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരും എന്നുള്ളതാണ് ഒന്നാമത്തത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത് ഇത് തന്നെയാണ്. ഈ പൂർണ്ണമായ അധികാരം ഗവർണർക്ക് നൽകിക്കൊണ്ടുള്ളതാണ് പുതിയ കരട് നിർദ്ദേശങ്ങൾ. ഇത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ്. ഈ കരടിലെ നിർദ്ദേശങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ ദോഷമുണ്ടാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരും. രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ഭാഗമായി സർവകലാശാലകളിൽ VC-മാർ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതിന് ഈ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, അതുപോലെ തന്നെ ICHR അടക്കം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതോടൊപ്പം ഈ UGC കരട് എന്നത് മാത്രമല്ല, അതൊരു ഒറ്റപ്പെട്ട വിഷയം മാത്രമല്ല എന്നുള്ളതും മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ അധികാരത്തിലേക്ക് കേന്ദ്രത്തിന്റെ കടന്നുകയറ്റം നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഈ സർവകലാശാലകളുടെയും അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം വലിയ കടന്നുകയറ്റത്തിന് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെ പൂർണ്ണമായും കവർന്നെടുക്കുന്ന നിലയിലേക്ക്, സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം പൂർണ്ണമായും ഇല്ലാതാക്കുന്ന നിലയിലേക്ക്, ഫെഡറൽ തത്വങ്ങളുടെ നഗ്നമായ ലംഘനത്തിന് അടക്കം ഉതകുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ ആ നിലയിലേക്കാണ് ഈ നിലവിലെ UGC കരട് ഭേദഗതി വരുന്നത്. അത് തീർച്ചയായും കമലേഷ്, ഇക്കാര്യം സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് സർക്കാരിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് ഇത് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്? ഷമി, തീർച്ചയായും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ കാണേണ്ടത്, ഈ വിഷയത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷ നിരയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് ഈ പരിപാടിയിൽ പങ്കെടുത്തു. നേരത്തെ തന്നെ നിയമസഭ ഈ വിഷയത്തിൽ ഒരു പ്രമേയം പാസാക്കുകയും ചെയ്തു. ഐക്യകണ്ഠേനയാണ് ഇത്തരത്തിലൊരു പ്രമേയം വരുന്നത് ഈ UGC കരട് ഭേദഗതിക്കെതിരെ. അക്കാര്യങ്ങൾ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇവിടെ ഊന്നി പറയുകയും ചെയ്തു. നിലവിൽ ഇത്തരം ഒരു ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ, അതായത് കേന്ദ്രത്തിന്റെ ഇത്തരം കടന്നുകയറ്റങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു കൺവെൻഷൻ സംഘടിപ്പിച്ചതിന് സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത്. ഈ കരട് ഭേദഗതി എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള UGCയുടെ കരട് ഭേദഗതി ഈ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാരുകൾക്ക്, സർവകലാശാലകൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന നിലയിലായിരിക്കണം ഈ ഭേദഗതി വരേണ്ടത്. അല്ലാതെ സർവകലാശാലകളുടെയും സംസ്ഥാനങ്ങളുടെയും ഒക്കെ അധികാരങ്ങൾ കവർന്നെടുക്കുന്ന നിലയിലേക്കല്ല കേന്ദ്രം പ്രവർത്തിക്കേണ്ടത് എന്ന നിലയിലുള്ള വിമർശനം തന്നെയാണ് പ്രധാനമായും ഈ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്നും വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ
പുതിയ കരട് പ്രകാരം ആരെയും വിസിമാരായി നിയമിക്കാൻ കഴിയുന്ന നിലയിലേക്ക്, അതായത് കേന്ദ്രത്തിന്റെ ഒരു രാഷ്ട്രീയ താല്പര്യം അനുസരിച്ച് ആരെയും വിസിമാരായി നിയമിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള ഒരു ഭേദഗതിയാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ഇത് രാജ്യത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഇല്ലാതെയാക്കുന്ന നിലയിലേക്കുള്ള ഒരു നീക്കമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത് വലിയ തിരിച്ചടി, വലിയ തകർച്ച സംസ്ഥാനത്തെയും രാജ്യത്താകെയുമുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉണ്ടാകും എന്നുകൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത്. ഷമി. തീർച്ചയായും കമലേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം, അതായത് UGC ഭേദഗതിക്കുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളിലും കേന്ദ്ര സർക്കാരിൻ്റെ അധികാരം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളവും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങൾ അതിശക്തമായി തന്നെ ഈ നീക്കത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. കേരളം ഇത്തരത്തിൽ ഒരു കൺവെൻഷൻ തന്നെ സംഘടിപ്പിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിമാരടക്കം ഈ കൺവെൻഷനിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിയാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്തത്. ഈ യോഗത്തെ അഭിനന്ദിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്ത് വന്നു. കമലേഷാണ് വിവരങ്ങൾ നൽകിയത്.